ഇതിന്റെ ഒരു കഥാവിഷ്കാരവുമായി കടന്നു വരുന്നു ഞങ്ങൾ, മദർ തെരേസ വാർഡ്. പരമകാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദൈവമക്കൾക്കായി കരുതുന്ന കരുണയും സ്നേഹവും അങ്ങേക്ക് വേണ്ടി അവരിൽ എത്തിക്കാൻ ഈ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചവളാണ് ഞാൻ. ഏഴകളുടെ മിഴിനീരൊപ്പുന്ന സ്നേഹമേ, ഈ ഉള്ളവൾ എവിടെയാണ് പ്രവർത്തിച്ചു തുടങ്ങേണ്ടത്? ആരുടെ ദുഃഖങ്ങൾ ഒഴിക്കാനാണ് ഞാൻ മുന്നിട്ടിറങ്ങേണ്ടത് തമ്പുരാനെ? ഇരുൾ വീണ ഈ മണ്ണിൽ ദിവ്യവിളിച്ചമേകുന്ന അങ്ങ് തന്നെ ആ ജീവിതങ്ങൾക്കിടയിലേക്ക് എന്നെ നയിച്ചാലും. എന്താടാ? ദേ ഒരു പൊതി. ഞാനാണ് ഈ പൊതി ആദ്യം കണ്ടത്. ഞാനാണ് നിനക്ക് കാണിച്ചു തന്നതും. പക്ഷേ ഞാനല്ലേ ഓടിപ്പോയി പൊതി ആദ്യം എടുത്തത്. അതെനിക്ക് കാല് വയ്യാത്തത് കൊണ്ടല്ലേ. ഈ മുടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആദ്യം ഓടിപ്പോയി എടുത്തേനെ. നീ മുടങ്ങനായി പോയത് എന്റെ കുറ്റമാണോ? അല്ല, എന്റെ കുറ്റം തന്നെ. എല്ലാവർക്കും നല്ല കാലം നൽകിയ ദൈവം എനിക്ക് തന്നത് ഈ ഞൊണ്ടിക്കാല. എന്താ നീ സങ്കടപ്പെടുന്നത്? ആരാ നിന്നെ പരിഹസിച്ചത്? ഇവിടെയുള്ള എല്ലാ കുട്ടികളും എന്നെ പരിഹസിക്കും. അവരിൽ ഞാൻ മാത്രമല്ലേ ഈ ഞൊണ്ടിക്കാലൻ. എന്നെയും പരിഹസിക്കും. ഞങ്ങൾ മാത്രമല്ലേ സ്കൂളിൽ പോകാത്തതുള്ളൂ. ഞങ്ങൾക്ക് മാതാപിതാക്കളില്ല. ഞങ്ങൾ തെരുവിന്റെ സന്തതികളല്ലേ. ആര് പറഞ്ഞു നിങ്ങൾക്ക് മാതാപിതാക്കളില്ലെന്ന്? ദാ നോക്കൂ, ഇന്നു മുതൽ ഇതാണ് നിങ്ങളുടെ പിതാവ്. ഈ ഞാൻ നിങ്ങൾക്ക് അമ്മയും. ആരും പരിഹസിക്കാൻ വരാത്ത ഈ അമ്മയുടെ ഭവനത്തിൽ നിങ്ങൾക്കിനി താമസിക്കാം, പഠിക്കാം, എൻ്റെ മക്കളായി, സ്നേഹമുള്ള ദൈവത്തിന്റെ മക്കളായി വളരാം. വാ മക്കളെ, വരും മക്കളെ. എന്റെ മോളെ, ഒന്ന് വേഗം നടക്കൂ കുഞ്ഞെ. അവരുടെ കണ്ണിൽപ്പെട്ടാൽ ഇനിയും അവർ നമ്മെ ഉപദ്രവിക്കും. എനിക്കൊരടി നടക്കാൻ വയ്യ. ദാഹിച്ച് തൊണ്ട പൊട്ടുന്നു. കുടിക്കാൻ ഒരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഓ, ഈ വെള്ളം അന്വേഷിച്ച് പോകുന്ന നേരം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമായിരുന്നു. ശരിയാ, ആ മുളവടിയുമായി വരുന്നവരിൽ ഒരുവനാ എന്നെയും നശിപ്പിച്ചത്. ഇന്നവൻ പറയുന്നു ഞാനാ പാപിയെന്ന്. അമ്മേ, എന്റെ കുഞ്ഞാനങ്ങുന്നില്ല, എന്റെ കുഞ്ഞാനങ്ങുന്നില്ല. അമ്മേ, ദൈവമേ, എന്റെ കാണിച്ചേ നോക്കട്ടെ. ഇല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്ക് ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. നമുക്കോ ഇതിനെ വളർത്താൻ പറ്റില്ല. ആരെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തണ്ടേ. ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കില്ല. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കില്ല. എന്റെ കുഞ്ഞ്. മോളെ, എഴുന്നേൽക്ക്, നമുക്ക് വേഗം പോയി രക്ഷപ്പെടാം. വാ, എഴുന്നേൽക്ക്. ഈ ആശ്രമ കവാടത്തിൽ ഉപേക്ഷിച്ചെങ്കിൽ തീർച്ചയായും ഈ കുഞ്ഞ് ഒരു ദൈവ പൈതലായിരിക്കും.
ഇത് ഇവിടെ എത്തേണ്ടത് ദൈവഹിതമായിരിക്കും. ഇനി ഇവൻ എന്റെ മകനായിരിക്കും. സ്നേഹസ്വരൂപമായ ദൈവം എന്നെ വളർത്താൻ ഏൽപ്പിച്ച എന്റെ സ്വന്തം കുഞ്ഞ്. മകനെ, കുഞ്ഞ്, നീ എന്താണ് കുപ്പത്തൊട്ടിയിൽ തിരിയുന്നത്? ഭക്ഷണം കഴിച്ചിട്ട് ആരും ഒന്നും തന്നില്ല. വിശന്നപ്പോൾ നിനക്കാരും ഭക്ഷണം തന്നില്ലേ? അടിച്ച് പൊട്ടിച്ചു എന്റെ പുറം. ദൈവമേ, നിന്നെ അടിച്ചവരും ഒരേ ദൈവത്തിന്റെ മക്കൾ. അതവർക്കറിയാത്ത സത്യം. കരയാതെ മകനെ, ഞാൻ ഈ മുറിവുകളിൽ മരുന്ന് പുരട്ടിത്തരാം. സിസ്റ്റർ, മകനെ, നീ ഞങ്ങളുടെ കൂടെ വാ. ഇവിടെ നിനക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദുഃഖങ്ങൾ മറന്നുറങ്ങാനുമുള്ള എല്ലാ സൗകര്യവുമുണ്ട്. വരൂ മകനെ, വന്ന് വിശ്രമിക്കൂ. മകനെ, എന്നെയാണോ? അതേ കുഞ്ഞെ, നിന്നെ തന്നെ. സമയത്തിന് സ്വർണത്തെക്കാൾ വിലയിടുന്നവനാണ് ഞാൻ. ഇന്ന് ബന്ധായതുകൊണ്ടാണ് കാർ എടുക്കാഞ്ഞതും ഈ വൃത്തികെട്ട വഴിയിൽ കൂടെ വരേണ്ടി വന്നതും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കൂടി പറ്റില്ലായിരുന്നു. എന്നെ കാണാൻ നിങ്ങൾക്കെന്നെ മടി. നിങ്ങളെ കാണാൻ എനിക്ക് മടിയില്ലെങ്കിലോ? കണ്ടിട്ട് എന്തിനാ? കുഞ്ഞി, ആനന്ദഹീനരും അവശതി അനുഭവിക്കുന്നവരുമായ ഒരു പറ്റം മനുഷ്യർ ഈ മഠത്തിന്റെ തണലിൽ ഒതുങ്ങി കഴിയുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന സ്നേഹവും സാന്ത്വനവും കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ പിന്നെയും എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും നാൾ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അവരെ ഊട്ടി. നിങ്ങളെ പോലെയുള്ളവർ മനസ്സറിഞ്ഞ് സഹായിച്ചാൽ ഇനിയുള്ള കാലവും എനിക്കവരെ ഊട്ടാൻ സാധിക്കും. അവരുടെ മനസ്സിലെ മുറിവുകളിൽ സ്നേഹതൈലം പുരട്ടാൻ എനിക്ക് പണം വേണ്ട. പക്ഷേ ചോരയും പഴുപ്പും കൊണ്ട് ശരീരത്തിലെ മുറിവുകളിൽ പുരട്ടാനുള്ള മരുന്ന് വാങ്ങാൻ എനിക്ക് ഉദാരമതികളുടെ സഹായം കൂടിയേ തീരൂ. പറ്റുമെങ്കിൽ ചെറിയ സഹായം ചെയ്യണമേ. സഹായം? എനിക്ക് തരാനുള്ളത് നീ തന്നു. ഇതേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ എന്റെ ഈ ചിറകിനടിയിൽ നിൽക്കുന്ന എന്റെ ഈ ദൈവമക്കൾക്കുള്ളത് അത് നീ തന്നോളൂ. അമ്മേ,
മാപ്പ്. അവിടുത്തെ മഹത്വമറിയാൻ ആഡംബരത്തിൽ മുങ്ങിയ എൻ്റെ ഈ പാഴ്ജന്മത്തിനായില്ല. എൻ്റെ പണത്തിന് ദൈവത്തെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. ഈ ദിവ്യ തേജസ്സിന് മുന്നിൽ, ഈ സ്നേഹത്തിന് മുന്നിൽ ഇന്നോളം കാണാത്ത ദൈവത്തെ ഞാൻ കാണുന്നു. നീറുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും വിശക്കുന്ന വയറുകളെ ഊട്ടുവാനും ഇനി ഞാനും അമ്മയോടൊപ്പം ഉണ്ടാകും. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സൽഗുരുനാഥനായ യേശുവിൻ്റെ മകനാകാൻ, ഒരു നല്ല മനുഷ്യനാകാൻ എന്നെയും അനുഗ്രഹിക്കൂ അമ്മേ. എന്തെന്നാൽ ഇന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു. നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്.